പരിശുദ്ധ സഭയെ സംബന്ധിച്ച് പുതിയ ഒരു കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദനഹായുടെ ശുശ്രൂഷകളും കർത്താവിൻ്റെ മാമോദീസായിലും നമ്മൾ പങ്കാളികളാവുകയും കർത്താവിൻ്റെ ദേവാലയ പ്രവേശനത്തിലൂടെ നമ്മൾ ഓരോരുത്തരും ദേവാലയങ്ങളായി രൂപപ്പെടുകയും ചെയ്ത് നോമ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് ഓശാനയിലൂടെയും സ്തുതിപ്പുകളിലൂടെയും കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുകയും കുരിശിൽ മരിക്കുകയും ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്കും നീളുന്നതായ ആ സ്വർഗീയ നിമിഷങ്ങളുടെ ഭാഗമാകുകയാണ് ഇനിയുള്ള കാലഘട്ടം. കൊത്തിനെ കല്യാണത്തിൽ കർത്താവിൻ്റെ വിശുദ്ധമായ അത്ഭുതങ്ങൾ, അവിടുന്ന് ആരംഭിക്കുന്നതായ അത്ഭുതങ്ങളുടെ നീണ്ടതായ ഒരു പട്ടിക ഇനി ഓരോ നിമിഷം ഓരോ ഞായറാഴ്ചകളുടെയും വായനകളിലൂടെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. കൊത്തിനെ ഞായറാഴ്ച വിശുദ്ധീകരിക്കപ്പെടുന്ന ഞായറാഴ്ചയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഉണ്ടായിരുന്നതായ നമ്മുടെ ജീവിതത്തെ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമായി പൂർണ്ണമായ സമർപ്പണത്തിലൂടെ ദൈവികമായ അനുഭവത്തിലേക്ക് പങ്കാളികളാകുന്ന വിശുദ്ധമായ ദിനങ്ങളാണ് ഇനിയുള്ളത്. അത് കൊത്തിനെ പട്ടണത്തിൻ്റെ കല്യാണ വിരുന്നിൽ ആരംഭിച്ച് കർത്താവിൻ്റെ ഉയർപ്പിൽ അവസാനിക്കുന്നതായ ഒരു 50 ദിവസത്തെ യാത്രയല്ല. ഇതിലൂടെ നമ്മൾ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. അത് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വയം ശിക്ഷണ ബോധത്തോടെ ഒരു വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും മാറ്റപ്പെടുമ്പോഴാണ് ഈ നോമ്പുകാലം അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. അല്ല എങ്കിൽ എല്ലാ വർഷത്തെയും പോലെ 50 ദിവസം നമ്മൾ ശരീര ഭക്ഷണങ്ങളെ പലതിനെയും വർജിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുന്നതിനപ്പുറമായി ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാകുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യത്തിൽ സ്വയം ശിക്ഷണ ബോധത്തോടെ ഒരുക്കപ്പെടുന്നവരായി തീരുവാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: കർത്താവും ശിഷ്യന്മാരും മാതാവും ഒരു കല്യാണ വിരുന്നിൽ സംബന്ധിക്കുന്ന സമയം അവരുടെ പ്രഥമമായ ഒരു ആവശ്യം ഒരു ജീവിതത്തിൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതായ ഒരു സമയം കടന്നു വരികയാണ്. ആ കടന്നു വരുമ്പോൾ അവിടെ കർത്താവിൻ്റെ പ്രതികരണവും കർത്താവിൻ്റെ അത്ഭുതങ്ങൾ എപ്രകാരമാണ് നോക്കിക്കാണുന്നതെന്നും കൃത്യമായി വേർതിരിച്ചിരിക്കുന്ന വേദഭാഗമാണ്. ഇവിടെ മാതാവ് എന്ന് പറയുകയാണ്, മകനെ, അവരുടെ ആവശ്യം ഇന്നതാണ് എന്ന്. പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നതായ സാഹചര്യങ്ങളിൽ ധൈര്യമായി മധ്യസ്ഥ പ്രാർത്ഥനകൾക്കും ഒപ്പം തന്നെ കർത്താവിൻ്റെ അരുമമായ സ്നേഹത്തിനും നമ്മളെ ഓരോരുത്തരെയും പാത്രമാക്കുന്ന സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾ ഏകരായിരിക്കുകയില്ല. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാകും. ഏത് പ്രതിസന്ധിയുടെയും നിഴലിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ചിന്തിച്ചു നോക്കുക, അവിടെ കർത്താവിൻ്റെ അദൃശ്യമായ ഒരു സാന്നിധ്യവും വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയും നമുക്കെപ്പോഴും ധൈര്യം പകർന്നിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? പുതിയ ഒരു സാക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുവാൻ വേണ്ടിയാണ്. കർത്താവ് രണ്ടാമത് പറയുകയാണ്, നമുക്ക് ഇതിൻ്റെ അകത്ത് കാര്യമൊന്നുമില്ലല്ലോ എന്ന്. ഇത് പലപ്പോഴും നിരാശയുണ്ടാക്കുന്ന ഒരു വേദഭാഗമാണ്, ഒരു വാക്യമാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, കൃത്യമായ ഏത് നിമിഷത്തിലാണോ തമ്പുരാന്റെ സഹായം നമുക്ക് വേണ്ടത്, അതുവരെ കൃത്യമായി നമ്മെ നടത്തിക്കൊണ്ടുപോകുവാൻ തമ്പുരാൻ സാധ്യമാകും. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ
തകർന്നു പോകുവാനില്ല, തളർന്നു പോകുവാനില്ല. അതിനപ്പുറമായി ദൈവത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തിൽ ശക്തിപ്പെടുവാനും സാധ്യമാകണം. രണ്ടാമത് ഇവിടെ പറയുകയാണ്, കർത്താവ് വേലക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ ഇരിക്കുന്ന കൽഭരണികളിൽ വെള്ളം നിറയ്ക്കണമെന്ന്. രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അകറ്റി നിർത്തിയവരോ തകർന്നു പോയവരോ തള്ളപ്പെട്ടവരോ ഒരാളെ പോലും തമ്പുരാൻ ഉപേക്ഷിക്കുകയില്ല. തമ്പുരാന്റെ അടുക്കൽ വരുന്ന ആരാണോ അവരോടൊക്കെയും കൃത്യമായ ഒരു ബന്ധം കർത്താവിന് പുലർത്തുവാൻ സാധിക്കും. ഇന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ദൈവമേ, എന്നോട് എന്തിനാണ് നീ ഇങ്ങനെ പെരുമാറുന്നത്? അതൊരിക്കലും കർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നൊരു കാര്യമല്ല. നമ്മളെ പലപ്പോഴും നിരാശയിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ചില മേഖലകളാകാം. കർത്താവ് പറയുകയാണ്, വക്കോളം നിറയ്ക്കണമെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും ഒരു പതർച്ച ഉണ്ടാകുവാൻ ഇടയാകരുത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. ദൈവ സാന്നിധ്യം നമ്മുടെ വിശുദ്ധമായ ജീവിതത്തിന്റെ ഓരോ സമസ്ത മേഖലകളിലും ഉണ്ടാകണം. അവിടെ ഒരിക്കൽ പോലും കുറവുകൾ ഉണ്ടാകാതെ, ആത്മീയ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകാതെ നമ്മൾ കാത്തുപരിപാലിക്കണമെന്ന് മനസ്സിലാക്കണം. മൂന്നാമത് പറയുകയാണ്, വിരുന്നുവാഴി പറയുകയാണ്, അവസാനം വരെ നീ നല്ലതിനെ സൂക്ഷിച്ചുവല്ലോ എന്ന്. മൂന്നാമത് മനസ്സിലാക്കേണ്ടത് കാര്യം അവിടെയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ഒരിടത്ത് പോലും തമ്പുരാനെ ഉപേക്ഷിക്കുവാൻ നമ്മൾ ഇടയാകരുത്. പലപ്പോഴും നമ്മുടെ വിശുദ്ധമായ ജീവിതം, മാമോദീസ തൊട്ടിയിൽ ആരംഭിക്കുന്നതായ നമ്മുടെ വിശുദ്ധമായ ജീവിതം, ആ ജീവിതയാത്രയിൽ എവിടെയെങ്കിലും താളപ്പിഴകളോ കുറവുകളോ വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ നോമ്പുകാലം. അതെന്തിനു വേണ്ടിയാണ്? ആ ഉയർപ്പിലേക്ക് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയാണ്. വിരുന്നുവാഴി പറയുകയാണ്, നീയോ ഇതുവരെ നല്ല തരം വീഞ്ഞ് സൂക്ഷിച്ചുവല്ലോ. ശിഷ്യത്വത്തിന്റെ അനുഭവം അതാണ്, ക്രിസ്തീയ സ്നേഹത്തിന്റെ അനുഭവം അതാണ്. അവസാനം വരെ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമ്മൾ കൊണ്ടുപോകുവാൻ സാധ്യമാണ്. ആ സാധ്യതകളാണ് യഥാർത്ഥത്തിൽ വിശുദ്ധീകരിക്കപ്പെടുന്ന നോമ്പ് അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാനും നമ്മുടെ ജീവിതയാത്രയിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളോ പരീക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥ നമുക്ക് ഉണ്ട് എന്ന് ബോധ്യപ്പെടണം. രണ്ടാമത്, ആ യാത്രയിൽ പലപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ഹിതപ്രകാരമായിരിക്കുകയില്ല, തമ്പുരാന്റെ ഹിതപ്രകാരമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടൽ. അതെന്തിനു വേണ്ടിയാണ്? അവസാനം വരെ നമ്മെ ഓരോരുത്തരും ശക്തീകരിക്കുന്ന ആ പരിശുദ്ധ അനുഭവം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുവാൻ വേണ്ടിയാണ്. ആ സ്വർഗീയ അനുഭവങ്ങളിലേക്ക്, ആ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക്, കെട്ടുപോയതായ നമ്മുടെ ആത്മീയ അനുഭവത്തെ പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നോമ്പുകാലം അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും ഒപ്പം തന്നെ ആത്മീയ ചൈതന്യത്തിൻ്റെയും ഒരു സമയമായി നമുക്ക് രൂപപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.